ലിബറലൈസേഷൻ എന്ന പേരിൽ ഇന്ന് സമൂഹം നോർമലൈസ് ചെയ്യുന്ന സംഭവങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം. വെൽക്കം ടു നോർമലൈസേഷൻ സീരീസ് പാർട്ട് 1. LGBTQ+. ഹോമോസെക്ഷുവാലിറ്റിയെ ഒരു മെന്റൽ ഡിസോർഡറായി കണക്കാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ വിൽ യു ബിലീവ് ഇറ്റ്? ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് എന്ന പുസ്തകത്തിൽ ഹോമോസെക്ഷുവാലിറ്റി വാസ് ആക്ച്വലി കൺസിഡേർഡ് ആസ് എ മെന്റൽ ഡിസോർഡർ. 1973 തങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് അതൊരു ഇൻസൾട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്തുകൊണ്ടാണ് പിന്നീട് ആ സംഭവത്തെ ആ പുസ്തകത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത്. 2022 WHO മങ്കി പോക്സിനെതിരെ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി. പുരുഷ സ്വവർഗാനുരാഗികളോട് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഹോമോസെക്ഷാലിറ്റി എന്ത് പ്രശ്നമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണിത്. ഇന്നീ കാണുന്ന ലോകം ഉണ്ടായത് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തു വന്ന കുറച്ച് ഓർഡറും കാര്യങ്ങളുണ്ട്. ഹോമോസെക്ഷാലിറ്റിയെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നാം ഇന്നോ നാളെയോ ആയിരിക്കില്ല അറിയുക. ഒരു പക്ഷെ വർഷങ്ങളോ നൂറ്റാണ്ടുകളോ കഴിഞ്ഞിട്ടായിരിക്കും. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നാണ് മറ്റൊരു വാസ്തവം. നെക്രോഫീലിക്, പീഡോഫീലിക്, സൂഫീലിക്, തെറിയാന്ത്രോപ്പിസ് എന്ന് പറഞ്ഞ കുറച്ച് കാറ്റഗറിയുമുണ്ട്. ശവങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നവർ ഒരു പട്ടിയായും പൂച്ചയായും തോന്നിയിട്ട് ഒരു പട്ടിയെപ്പോലെ തന്നെ ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ ലോകത്തുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് മണ്ടത്തരമായി തോന്നുന്നുണ്ടെങ്കിലും ഒരു 10-20 വർഷം കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ നോർമലൈസ് ചെയ്തു തുടങ്ങും. ഹോമോസെക്ഷുവാലിറ്റി അതിനൊരു ബിഗ് എക്സാമ്പിളാണ്. ജനറ്റിക്കലി ട്രാൻസ്ജെൻഡറായി ജനിച്ചവരുണ്ട്. അവരെ നമ്മൾ സമൂഹത്തിൽ അംഗീകരിക്കണം, അവർക്ക് വേണ്ട സപ്പോർട്ടും നമ്മൾ കൊടുക്കണം. അല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ജനിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അവർ ഐ ഫീൽ ലൈക്ക് എ വുമൺ, ഐ ഫീൽ ലൈക്ക് എ കാറ്റ് എന്നൊക്കെ പറഞ്ഞവർക്ക് 4 പെട കൊടുത്താൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. ലവ് ഇസ് ലവ് എന്ന് പറഞ്ഞാണ് നമ്മളിതിനെ നോർമലൈസ് ചെയ്യുന്നത്. വാട്ട് എൽസ് വി ആർ നോർമലൈസിങ്? ഡ്രോപ്പ് യുവർ കമൻറ്റ്സ് ബിലോ.